ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൽ 10ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും. അപ്പോൾ മക്കൾക്ക് ഇതുവരെയുള്ള ചാപ്റ്റേഴ്സൊക്കെ കിട്ടണമെങ്കിൽ ഒന്ന് യൂട്യൂബിൽ തന്നെ പ്ലേലിസ്റ്റ് വീഡിയോ ഷോർട്സ് എന്നുള്ള ആ ഒരു ലൈനിൽ തന്നെ പ്ലേലിസ്റ്റ് എന്ന് കാണാം. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് 5 സോഷ്യൽ സയൻസ് ആണെങ്കിൽ അങ്ങനെ കിട്ടും. നിങ്ങൾക്ക് വേറെ ഏത് സബ്ജക്റ്റ് വേറെ ഏത് ക്ലാസ് ആണെങ്കിലൊക്കെ അതിലുണ്ടാവും കേട്ടോ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിലിട്ട വീഡിയോസ് എല്ലാം കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചിത്രം തന്ന് നോക്കിക്കേ. പീലിയുടെ ഗ്രാമത്തിലേക്കുള്ള യാത്രയിൽ രാത്രിയിലെ ആകാശ കാഴ്ചകൾ നിങ്ങൾ ആസ്വദിച്ചില്ലേ? പീലിയുടെ ഗ്രാമത്തിലേക്ക് അവരന്ന് പോയതൊക്കെ ഓർമ്മയില്ലേ മക്കൾക്ക്? അപ്പോൾ യാത്രയ്ക്ക് ശേഷം അപ്പു എഴുതിയ വിവരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. നിലാവ് പൊഴിച്ചു നിൽക്കുന്ന ചന്ദ്രൻ്റെ മനോഹാരിതയിൽ ആകാശം എത്ര സുന്ദരമാണ്. മുത്തുകൾ വാരി വിതറിയതുപോലെ അനേകായിരം നക്ഷത്രങ്ങൾ ജ്വലിച്ചു നിൽക്കുന്നു. അവയ്ക്കൊപ്പം തിളങ്ങി നിൽക്കുന്ന ഒരു ആകാശഗോളത്തെ നോക്കി പീലി പറഞ്ഞു. അതൊരു ഗ്രഹമാണ്. അത്ഭുതത്തോടെ നോക്കി നിന്ന് ഞങ്ങളോട് വിക്കി വിളിച്ചു പറഞ്ഞു, അതാണ് ശുക്രൻ. അപ്പോൾ നീനു ചോദിച്ചു, ഗ്രഹമായിട്ട് കൂടി ശുക്രൻ ഇങ്ങനെ തിളങ്ങുന്നത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാവരും കൗതുകത്തോടുകൂടി നീനുവിനെ നോക്കി. പിന്നീട് അങ്ങോട്ട് ആകാശത്തിലെ അത്ഭുത കാഴ്ചകളുടെ കെട്ടഴിയുകയായിരുന്നു. അപ്പോൾ മക്കളെ, നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കുന്നത് ആകാശ കാഴ്ചകളെക്കുറിച്ചാണ് കേട്ടോ. ആകാശത്തിലെ വിസ്മയങ്ങളെക്കുറിച്ചാണ്. ഇനി രാത്രിയിലെ ആകാശ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ? രാത്രിയിലെ മനോഹരമായ ആകാശ കാഴ്ചകൾ പകൽ നമുക്ക് ദൃശ്യമാകാത്തത് എന്തുകൊണ്ടാണ്? കാരണങ്ങളൊന്ന് എഴുതി നോക്കൂ. പകല് സൂര്യൻ്റെ സാന്നിധ്യമാണ് രാത്രിയിലെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റാത്തത്. സൂര്യൻ്റെ സാന്നിധ്യമാണ് ഇതിന് കാരണമെന്ന് മനസ്സിലായില്ലേ? സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രവും സൂര്യനാണ്. സൂര്യൻ എന്ന് പറയുന്നത് ഒരു നക്ഷത്രമാണ്. അത് ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം കൂടിയാണ് കേട്ടോ. സൂര്യനേക്കാൾ വലിപ്പമുള്ള മറ്റനേകം നക്ഷത്രങ്ങളുമുണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്താ പഠിക്കാനുള്ളത്? സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രവും സൂര്യനാണ്. പിന്നെ സൂര്യനേക്കാൾ വലിപ്പമുള്ള മറ്റനേകം നക്ഷത്രങ്ങളുണ്ട് എന്ന്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ വളരെ ചെറുതായി കാണുന്നില്ലേ? അതെന്തുകൊണ്ടാണ്? ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നക്ഷത്രങ്ങൾ ചെറുതായി കാണപ്പെടുന്നത്. അല്ലാണ്ട് അവ ചെറുതല്ല കേട്ടോ. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നു. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളാണ് ഗാലക്സികൾ എന്ന് പറയുന്നത്. ഇവിടെ ചിത്രത്തിൽ തന്നെ നോക്കിക്കേ. ഇനി നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ട്? നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായ ദിശാവ്യതിയാനത്തിന് വിധേയമാകുന്നത് കൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ നമുക്ക് മിന്നുന്നതായിട്ട് തോന്നുന്നത്. സൂര്യൻ ഉദിക്കുന്ന സമയത്തെയോ അല്ലെങ്കിൽ അസ്തമിക്കുന്ന സമയത്തെയോ പ്രകൃതി ഭംഗി വ്യക്തമാക്കുന്ന ചിത്രം വരയ്ക്കാനാണ്. അപ്പം നമ്മൾ സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഭാവനയിൽ നിങ്ങൾ നല്ലൊരു ചിത്രം വരയ്ക്കുക കേട്ടോ. ഇനി സൂര്യനെ കേന്ദ്രമാക്കി ചില ആകാശഗോളങ്ങൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സൂര്യനും ഈ ആകാശഗോളങ്ങളും ഉൾപ്പെടുന്ന ചിത്രം നിരീക്ഷിക്കൂ. ആ ഒരു ചിത്രമാണ് മക്കളെ ഇവിടെ തന്നിട്ടുള്ളത്. കണ്ടോ, നടുക്ക് സൂര്യനാണ്. സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് അല്ലേ? ചിത്രത്തിൽ സൂര്യനെ കൂടാതെ മറ്റേതെല്ലാം ആകാശഗോളങ്ങൾ കാണപ്പെടുന്നു? ഏതൊക്കെയാണ്? കുള്ളൻ ഗ്രഹങ്ങൾ നെപ്റ്റ്യൂൺ, യുറാനസ്, ശനി, പിന്നെയോ വ്യാഴം, വാൽ നക്ഷത്രങ്ങൾ, ബുധൻ, ശുക്രൻ, ഭൂമി, ചന്ദ്രൻ, ചൊവ്വ, ക്ഷുദ്രഗ്രഹങ്ങൾ അല്ലേ? ഇതിൽ നാം അധിവസിക്കുന്ന ആകാശഗോളം ഏതാണ് മക്കളെ? ഭൂമിയാണ് അല്ലേ? ഭൂമി ഒരു ഗ്രഹമാണ്. ഇനി എന്താണ് ഗ്രഹങ്ങൾ എന്ന് നോക്കാം അല്ലേ? ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് കേട്ടോ. ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ഒക്കെ ലഭിക്കുന്നത്. സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ ഏതെല്ലാമെന്നും അവ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എന്തെല്ലാമെന്നും പട്ടിക നോക്കി മനസ്സിലാക്കൂ. അപ്പോൾ ഇവിടെ എന്താ ഒരു പോയിന്റ് പഠിക്കാനുള്ളത്? ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ ഒന്നും സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. അവയ്ക്ക് എവിടെ നിന്നാണ് അതൊക്കെ ലഭിക്കുന്നത്? സൂര്യനിൽ നിന്നാണ് അല്ലേ?
അപ്പോൾ ഇവിടെ പട്ടികയിൽ ഓരോ ഗ്രഹങ്ങളുടെ പേരുകളും അവയുടെ സവിശേഷതകളും കൊടുത്തിട്ടുണ്ട്. ബുധൻ എന്താണ്? സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ്. ശുക്രൻ പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹമാണ്. ഭൂമി ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ്. ചൊവ്വ ചുവന്ന ഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നെയോ വ്യാഴം ഏറ്റവും വലിയ ഗ്രഹമാണ്. ശനി വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രഹം. അപ്പോൾ ഏറ്റവും വലുത് വ്യാഴം, അതിൻ്റെ താഴെയായിട്ട് ശനി കേട്ടോ. യുറാനസ് ഏറ്റവും തണുപ്പുള്ള ഗ്രഹമാണ്. നെപ്റ്റ്യൂൺ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധൻ, അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ കേട്ടോ. സൂര്യനെയും അതിനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളുടെയും ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഗ്രഹങ്ങൾ മാത്രമാണോ സൂര്യനെ വലം വയ്ക്കുന്നത്? അല്ല അല്ലേ. ഗ്രഹങ്ങളെ കൂടാതെ കുള്ളൻ ഗ്രഹങ്ങളെയും ക്ഷുദ്രഗ്രഹങ്ങളെയും കണ്ടില്ലേ? സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽ നക്ഷത്രങ്ങൾ എന്നിവ ചേർന്നതാണ് സൗരയൂഥം. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് സൂര്യനാണ്. അങ്ങനെയെങ്കിൽ സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞതാരാണ്? നിക്കോളാസ് കോപ്പർനിക്കസ് ആണ് കേട്ടോ. ഇദ്ദേഹം പോളണ്ടുകാരനായ വാനശാസ്ത്രജ്ഞനായിരുന്നു. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ഷീരപഥം അഥവാ ആകാശഗംഗ എന്നൊക്കെ പറയുന്നത്. ഇതിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം. അപ്പോൾ ഇവിടെ കുറച്ച് സംഭവങ്ങൾ പഠിക്കാനുണ്ടല്ലേ. സൗരയൂഥം എന്നാൽ എന്താണ്? പിന്നെ സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. പിന്നെ സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ. അതിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഇത്തരം കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. ഇനി വാൽ നക്ഷത്രങ്ങൾ. സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽ നക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ. പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് വാൽ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. സൂര്യനോട് അടുക്കുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. ഇനി ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. പിന്നെ കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയിലുള്ളതുമായ വസ്തുക്കളാണ് കുള്ളൻ ഗ്രഹങ്ങൾ. അടുത്തത് ഉൽക്കകൾ. ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് ഉൽക്കകൾ എന്ന് പറയുന്നത്. രാത്രി സമയങ്ങളിൽ അവ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായി ആകാശത്ത് കാണപ്പെടുന്നു. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇവ കത്തിത്തീരുന്നു. പ്രാദേശികമായി ഇവ കൊള്ളിമീനുകൾ എന്ന് അറിയപ്പെടാറുണ്ട്. ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. ഗ്രഹങ്ങൾക്ക് ചുറ്റും വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളാണ് എന്ത്? ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ഇത്, ചന്ദ്രൻ. ഇനി ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട് അല്ലേ, ഭൂമിയുടെ ചുറ്റും ഒരു നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ ചന്ദ്രൻ വലം വയ്ക്കുന്നത്. അപ്പം നക്ഷത്രമാസം. ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടി വരുന്നു. അതായത് ഒരു നക്ഷത്രമാസം എന്ന് ആ ഒരു കാലാവധിയെ പറയപ്പെടുന്നു. അടുത്തത് നമ്മുടെ ഭൂമി. ബഹിരാകാശ സഞ്ചാരിയായ സുനിത വില്യംസ് ഭൂമിയെക്കുറിച്ച് പറഞ്ഞത് വായിക്കൂ. ഇവിടെ സുനിത വില്യംസിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഭൂമി ഏറെ മനോഹരവും ആശ്ചര്യജനകവുമായി തോന്നി. ബഹിരാകാശ നിലയത്തിൻ്റെ ജനാലയിലൂടെ മണിക്കൂറുകളോളം ഞങ്ങൾക്കത് നോക്കിക്കാണാനായി. ഭൂമിയുടെ ഗോളാകൃതി ഞങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. ഇനി ബഹിരാകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജ്യോതിർഗോളത്തിൻ്റെ അന്തരീക്ഷ പരിധിക്കപ്പുറമുള്ള മേഖലയാണ് ബഹിരാകാശം എന്ന് പറയുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ പഠനങ്ങൾക്കായും പര്യവേഷണത്തിനായും ബഹിരാകാശത്തേക്ക് വിദഗ്ധരെ അയക്കാറുണ്ട്. ഇനി സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി. ഭൂമിയുടെ സവിശേഷതകളിൽ നമ്മൾ പഠിച്ചു അല്ലേ. ഭൂമിക്ക് സവിശേഷമായ ഒരു ഗോളാകൃതിയാണുള്ളത്. ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യരേഖാഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണിത്. ഈ ആകൃതിയാണ് ജിയോയിഡ് എന്ന് പറയുന്നത്. ജിയോയിഡ് എന്ന പദത്തിന് ഭൂമിയുടെ ആകൃതി എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഭൂമിയുടെ ആകൃതിയെ നമ്മൾ എന്ത് പറയുന്നു? ജിയോയിഡ് എന്നാണ് പറയുന്നത്.
ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും വിശ്വസിച്ചിരുന്നു. ഗ്രീക്ക് തത്വചിന്തകനായ തെയിൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നിവരും ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് വിശ്വസിച്ചിരുന്നവരാണ്. പിൽക്കാലത്ത് മെഗല്ലൻ എന്ന നാവികൻ്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. അപ്പോൾ ഇവിടെ ബഹിരാകാശത്ത് നിന്നെടുത്ത ഭൂമിയുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബഹിരാകാശത്ത് നിന്ന് എടുത്ത ഭൂമിയുടെ ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ഈ ചിത്രങ്ങളിൽ ഭൂമി ഒരു നീലഗോളമായല്ലേ കാണപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ? എന്തുകൊണ്ടാണ് മക്കളെ? കാരണം എന്താണ്? ഭൂമിയുടെ പകുതിയിലധികം ഭാഗവും കടലാണ് കേട്ടോ. ഭൂമിയുടെ മാതൃകയായ ഗ്ലോബിൽ ഏത് നിറമാണ് കൂടുതൽ കാണപ്പെടുന്നത്? നീലയാണ്. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഏകദേശം 71% ജലമായതിനാലാണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗോളമായിട്ട് കാണപ്പെടുന്നത്. ഭൂമിയുടെ അന്തരീക്ഷമാണ് ഇതര ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു സവിശേഷത. അപ്പം ഭൂമിയുടെ രണ്ടാമത്തെ ഒരു സവിശേഷതയാണ് കേട്ടോ. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം. വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എന്നിവ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഭൂമിയിൽ ചൂടിനെയും തണുപ്പിനെയും ക്രമീകരിച്ച് ജീവൻ നിലനിർത്തുന്നതിൽ അന്തരീക്ഷം നിർണായകമായ പങ്ക് വഹിക്കുന്നു. ഭൂമിയെ പൊതിഞ്ഞ് അന്തരീക്ഷം നിലനിൽക്കുന്നതിനുള്ള കാരണമെന്ത്? അന്വേഷിക്കൂ. ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ അന്തരീക്ഷം വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. അപ്പോൾ നമുക്ക് എഴുതാം, ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം. വിവിധ ഇനം വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എന്നിവ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. ചൂടും തണുപ്പും ക്രമീകരിച്ച് ഭൂമിയിൽ മനുഷ്യനെ വാസയോഗ്യമാക്കുന്നതിൽ അന്തരീക്ഷം വലിയ പങ്ക് വഹിക്കുന്നു. മറ്റു ഗ്രഹങ്ങൾക്കൊന്നും തന്നെ ഇത്തരത്തിലുള്ള അന്തരീക്ഷം ഇല്ല. അടുത്തത് ഭൂമിയുടെ ചലനങ്ങൾ. ഇവിടെ ഒരു സംഭാഷണം തന്നിട്ടുണ്ട്. എന്താ പറയുന്നത്? അച്ഛാ, ഞാനിപ്പോൾ അത്താഴം കഴിച്ചതേ ഉള്ളൂ, ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അല്ലേ ഒരാൾ പറയുമ്പോൾ മറുഭാഗത്തുള്ള ആൾ എന്താ പറയുന്നത്? മോന് സുഖമല്ലേ, ഞങ്ങളിവിടെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു എന്നല്ലേ. ഒരു സ്ഥലത്ത് രാത്രി ഭക്ഷണമാണെങ്കിൽ ഒരു സ്ഥലത്ത് രാവിലെ ഭക്ഷണം കഴിക്കുന്നതേ ഉള്ളൂ. ഈ സംഭാഷണത്തിൽ കാനഡയിൽ ജോലി ചെയ്യുന്ന ജിനു ഇന്ത്യയിലുള്ള മാതാപിതാക്കളുമായിട്ട് വീഡിയോ കോളിൽ ഏർപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ജിനു താമസിക്കുന്നതും മാതാപിതാക്കൾ താമസിക്കുന്നതും ഭൂമിയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്. ഗ്ലോബ് നിരീക്ഷിച്ച് കാനഡയുടെയും ഇന്ത്യയുടെയും സ്ഥാനം കണ്ടെത്തൂ. എന്തുകൊണ്ടായിരിക്കാം ഈ രണ്ട് സ്ഥലങ്ങളിൽ ഒരിടത്ത് പകലും ഒരിടത്ത് രാത്രിയുമായിരിക്കുന്നത്? നമുക്കറിയാം, ഭൂമിക്ക് ഗോളാകൃതിയാണ്. ഭൂമി സൂര്യനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു സമയത്തിൽ ഭൂമിയുടെ ഒരു വശത്ത് ഒരു പകുതിയുടെ ഒരു വശത്ത് എന്താണ്? സൂര്യപ്രകാശം ലഭിക്കുകയുള്ളൂ. മറുവശത്ത് സൂര്യവെളിച്ചം കിട്ടാത്തത് കൊണ്ട് തന്നെ അവിടെ ഇരുട്ടായിരിക്കും. ഗോളാകൃതി ആയതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് സൂര്യവെളിച്ചം കിട്ടുന്ന സമയത്ത് മറുഭാഗത്ത് എന്താണ്? സൂര്യവെളിച്ചം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇരുട്ടായിരിക്കും. അതിനാൽ സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് പകലും ലഭിക്കാത്ത ഭാഗത്ത് രാത്രിയും ആവുന്നു. ഇനി ഇതേ കാര്യം തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഭൂമിക്ക് ഗോളാകൃതി ആയതിനാൽ ഭൂമിയുടെ ഒരു പകുതിയിൽ മാത്രമേ ഒരു സമയത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നുള്ളൂ. മറ്റേ പകുതിയിൽ ഇരുട്ടാണ് അനുഭവപ്പെടുന്നത്. സൂര്യന് അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കാത്തതിനാൽ അവിടെ പകൽ അനുഭവപ്പെടുന്നു. മറുഭാഗത്ത് സൂര്യപ്രകാശം എത്താത്തതിനാൽ രാത്രിയായിരിക്കും. ഇത്തരത്തിൽ ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ്. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ തന്നെ നോക്കിക്കേ, ഭൂമി ഒരു ഭാഗം രാത്രി ഒരു ഭാഗം പകലല്ലേ. സൂര്യനുള്ള ഭാഗത്ത് പകലാണ്, അത് അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതിനാലാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഭൂമി എങ്ങോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കിഴക്കുതിച്ച് സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് തോന്നുന്നത്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് സമയം ആവശ്യമാണ്. ഇതാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. നമ്മൾ പറയല്ലോ ഒരു ദിവസം 24 മണിക്കൂർ എന്ന്. അപ്പോൾ ഏകദേശമാണ്. ഇപ്പോൾ കറക്റ്റ് എത്രയാ? 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് കേട്ടോ. ഇനി ഭ്രമണം ചെയ്യുന്നതോടൊപ്പം ഭൂമി നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുമുണ്ട്. ഇതാണ് പരിക്രമണം. ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് 365 ദിവസം വേണം. ഇതിനെ ഒരു വർഷമായി കണക്കാക്കുന്നു.
ഭൂമിയുടെ പരിക്രമണത്തിൻ്റെ ഫലമായാണ് വ്യത്യസ്ത ഋതുക്കൾ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഭൂമിയുടെ ഭ്രമണത്തിൻ്റെയും ഭൂമിയുടെ പരിക്രമണത്തിൻ്റെയും ചിത്രങ്ങളോടെ തന്നിട്ടുണ്ട്. ഭൂമിയുടെ പരിക്രമണം വ്യക്തമാക്കുന്ന ഡയഗ്രാം ചാർട്ടിൽ ചിത്രീകരിച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. അടുത്തത് ഇവിടെ മുത്തശ്ശി കുട്ടികൾക്കൊരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. ഋതുക്കൾ. എൻ്റെ കുട്ടിക്കാലം എന്ത് രസമായിരുന്നു. സ്കൂൾ തുറക്കുമ്പോൾ തന്നെ പുത്തനുടുപ്പിനെ നനയ്ക്കുന്ന ഇടവപ്പാതി മഴ. ഏകദേശം 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ മഴ കർക്കിടകം കഴിയുന്നതോടെ ശമിച്ചു തുടങ്ങും. പിന്നെ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും മാസമായ ചിങ്ങമാസത്തിൻ്റെ കടന്നുവരവാണ്. ഈ സമയം പ്രകൃതി പൂത്തുലഞ്ഞ് ഓണത്തെ വരവേൽക്കുന്ന കാഴ്ച എത്ര മനോഹരമാണെന്നോ. തുടർന്ന് കന്നിച്ചൂടിന് ആശ്വാസം പകർന്ന് തുലാവർഷം എത്തുന്നു. വൃശ്ചികം ധനു മാസങ്ങൾ പ്രകൃതിയെ തണുപ്പിക്കും. മകരമാസത്തിൽ ചില വൃക്ഷങ്ങൾ ഇല പൊഴിഞ്ഞു നിൽക്കുന്നത് കാണാം. കുംഭം, മീനം, മേടം മാസങ്ങളിലെ അതിശക്തമായ ചൂടുകൊണ്ട് മിക്കവാറും ജലാശയങ്ങൾ വറ്റി വരളും. തൊടിയിൽ കായ്ച്ചു നിൽക്കുന്ന മാവും പ്ലാവും പ്രകൃതിയെ ആ സമയത്തും മനോഹരമാക്കിയിരുന്നു. മുത്തശ്ശിയുടെ അനുഭവം വായിച്ചല്ലോ. കുട്ടിക്കാലം മുതൽ തൻ്റെ ചുറ്റുപാടുമുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചല്ലേ മുത്തശ്ശി ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണവ? മഴ, ഓണത്തിൻ്റെ വരവ്, ചൂട്, തുലാവർഷം, വൃശ്ചികം ധനു മാസങ്ങളിലെ തണുപ്പ്, വരൾച്ച എന്നീ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം എന്താണ്? എല്ലാ കാലത്തും എല്ലാ തരം കായ്കനികളും നമുക്ക് ഒരേപോലെ ലഭിക്കാറുണ്ടോ? ചർച്ച ചെയ്യൂ. ഇല്ല അല്ലേ. ഓരോ വിളയ്ക്കും വ്യത്യസ്ത കാലാവസ്ഥകളാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ആ കാലാവസ്ഥക്കനുസരിച്ച വിളകളാണ് ഓരോ കാലത്തും ലഭിക്കുക. ഇനി ഇവിടെ 3 ചിത്രങ്ങൾ തന്നിരിക്കുന്നു. നോക്കിക്കേ. നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ ഏതെല്ലാം കാലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്? ഒന്നാമത്തേത് മഴക്കാലം, രണ്ടാമത്തേതോ മഞ്ഞുകാലം, മൂന്നാമത്തേത് വേനൽക്കാലം അല്ലേ? അടുത്തത്, നിങ്ങളുടെ പ്രദേശത്ത് ഈ കാലങ്ങളെല്ലാം അനുഭവപ്പെടാറുണ്ടോ? ഉണ്ട് അല്ലേ. ഇനി വ്യത്യസ്ത കാലങ്ങളിൽ നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന കാഴ്ചകൾ എന്തെല്ലാം? ക്ലാസ്സിൽ ചർച്ച ചെയ്ത് ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കൂ. അപ്പോൾ ഇവിടെ വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം അങ്ങനെ 3 കാലങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് കാണുന്ന ചുറ്റുപാടും കാണുന്ന കാഴ്ചകളാണ് ഇവിടെ എഴുതേണ്ടത്. വേനൽക്കാലത്തിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? ജലാശയങ്ങൾ വറ്റുന്നു, ചൂട് കൂടുന്നു, ജലക്ഷാമം രൂക്ഷമാകുന്നു. ഇനി മഴക്കാലത്തിലോ? പുഴകൾ നിറഞ്ഞൊഴുകുന്നു, ചൂട് കുറയുന്നു, പ്രളയം, വെള്ളപ്പൊക്കം തുടങ്ങിയ ദുരന്താവസ്ഥകൾ ഉണ്ടാവുന്നു. പിന്നെ മഞ്ഞുകാലത്തിലോ? ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ച, പൂക്കൾ, കായ്കൾ എന്നിവ കൂടുതൽ ഉണ്ടാകുന്നു, മരങ്ങൾ അധികം ഇല പൊഴിക്കുന്നു. പിന്നെന്താണ്? കേരളത്തിൽ വിവിധ കാലങ്ങൾ ഇത്തരത്തിലാണ് അനുഭവപ്പെടുന്നതെങ്കിലും ഭൂമിയുടെ മറ്റ് പ്രദേശങ്ങളിൽ ഈ കാലങ്ങൾ വ്യത്യസ്തമായാണ് അനുഭവപ്പെടുന്നത്. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളുമാണ് ഇത്തരത്തിലുള്ള ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്. ഋതുഭേദങ്ങൾക്കനുസരിച്ച് അന്തരീക്ഷ സ്ഥിതിയിലും പ്രകൃതിയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇനി ഇവിടുന്ന് തന്നിട്ടുള്ളത് ഭൂമിയുടെ 2 പ്രധാന ചലനങ്ങളായ ഭ്രമണവും പരിക്രമണവും അടിസ്ഥാനമാക്കി ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. ഭ്രമണം, പരിക്രമണം അങ്ങനെ തന്നിട്ടുണ്ട്. ഭ്രമണത്തിൽ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു. പരിക്രമണത്തിലോ? ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നു. ഇനി ഭ്രമണത്തിൽ രാത്രിയും പകലും ഉണ്ടാവുന്നു, പരിക്രമണത്തിൽ ഋതുക്കൾ ഉണ്ടാവുന്നു. അപ്പോൾ ഇങ്ങനെ പോയിൻ്റാക്കി പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അടുത്തത് ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. അണ്ടർ 17 ക്രിക്കറ്റ് മഴ മൂലം ഫൈനൽ മത്സരം ഉപേക്ഷിച്ചു. കൊച്ചി. ഇന്നലെ നടത്താനിരുന്ന അണ്ടർ 17 ക്രിക്കറ്റ് ഫൈനൽ മത്സരം പെട്ടെന്നുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. അടുത്ത 3 ദിവസത്തേക്ക് ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇവിടെ കാലാവസ്ഥയെക്കുറിച്ചാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഈ വാർത്ത ശ്രദ്ധിച്ചില്ലേ? ക്രിക്കറ്റ് മത്സരം ഉപേക്ഷിക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്ത്? മഴയാണല്ലേ. അന്തരീക്ഷാവസ്ഥയിൽ ചിലപ്പോഴൊക്കെ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ദിനാന്തരീക്ഷ സ്ഥിതിയിലുണ്ടാകുന്ന മാറ്റം മൂലമാണ്. അപ്പം എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് നോക്കാം. ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി, അതായത് വെതർ എന്ന് പറയുന്നത്. നിശ്ചിത സമയത്തെ അന്തരീക്ഷത്തിലെ ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം തുടങ്ങിയവ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്നു. ഇനി കാലാവസ്ഥ. ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്.
ഇനി ഇവിടെ മറ്റു ചില വാർത്തകളും കൂടെ തന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ചൂട് കൂടുന്നു, സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം. ഹിമാചലിൽ വീണ്ടും മഞ്ഞുവീഴ്ച, സ്കൂളുകൾക്ക് അവധി. കനത്ത മഴ, 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. ശക്തമായ കാറ്റിന് സാധ്യത, മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. കൃത്യവും ശാസ്ത്രീയവുമായ ദിനാന്തരീക്ഷ മുന്നറിയിപ്പുകൾ നിത്യജീവിതത്തിൽ എത്രത്തോളം സഹായകമാണ്? ചർച്ച ചെയ്യൂ. അപകട സാധ്യത കുറയ്ക്കുന്നു, യാത്രകൾ ക്രമീകരിക്കാം, മുൻകരുതലുകൾ എടുക്കാം, സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാം. അടുത്തത് കാലാവസ്ഥയും ജനജീവിതവും. ഉറച്ച് കട്ടിയായി തീർന്ന തടാകങ്ങളുടെ മാറിലൂടെ ബസ്സും ലോറിയും കാറും ഓടിത്തുടങ്ങും. സ്കീയിങ്, സ്കേറ്റിംഗ് തുടങ്ങിയ വിൻ്റർ സ്പോർട്സുകളുടെ ബഹളമായിരിക്കും ഓരോ മൂലയിലും. വർഷത്തിൽ അധിക കാലവും മഞ്ഞ് മൂടിക്കിടക്കുന്നത് കൊണ്ട് റോഡുകൾ ഉറപ്പിലും ഭംഗിയിലും നിലനിർത്താൻ വളരെ ബുദ്ധിമുട്ടും പണച്ചെലവും ഉണ്ട്. ലാഹ്തിയുടെ ശരിയായ അഴക് കാണണമെങ്കിൽ ഹേമന്തകാലത്ത് ഇവിടെ വരണമെന്ന് കായ പറഞ്ഞു. അന്ന് നിലമെല്ലാം ധവളാഭമായ ഹിമത്താൽ മൂടിയിരിക്കും. മരങ്ങളെല്ലാം വെള്ളക്കടലാസ തോരണങ്ങൾ പോലെ നിലകൊള്ളുന്നുണ്ടാകും. ഹിമത്തിൽ കളിക്കാൻ കുട്ടികൾക്ക് എന്ത് ഉത്സാഹമാണെന്നോ. ഏതാണ്ട് 6 മാസക്കാലം നീണ്ട രാത്രികൾ തന്നെ. പകൽ വെളിച്ചം കൂടിയാൽ 1-2 മണിക്കൂറുണ്ടാകും. നിലം നീളെ മൂടിക്കിടക്കുന്ന ഹിമത്തിൻ്റെ ദാവള്യവും ആകാശത്തിൻ്റെ വെളിച്ചവും കൂടിക്കലർന്ന് നേരിയ നിലാവ് പരന്ന പോലെ തോന്നും. കുറിപ്പ് വായിച്ചില്ലേ? പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനായ എസ്.കെ. പൊറ്റക്കാടിൻ്റെ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന കൃതിയിൽ മഞ്ഞ് മൂടിയ പ്രദേശത്തെ ജനജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗമാണ് കേട്ടോ നിങ്ങൾ വായിച്ചത്. എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ പ്രദേശത്തിനുള്ളത്? യൂറോപ്പിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നോർവേയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വർഷത്തിൽ അധിക ദിവസവും മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശമാണിത്. 6 മാസം നീണ്ട രാത്രിയാണ്. ആ ദിവസങ്ങളിൽ പകൽ 1-2 മണിക്കൂർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി പാതിരാ സൂര്യൻ്റെ നാട്. പാതിരാ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് നോർവേ. യൂറോപ്പിൻ്റെ വടക്കു ഭാഗത്താണ് നോർവേ സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ അധിക കാലവും മഞ്ഞ് മൂടിക്കിടക്കുന്ന നോർവേയുടെ ഏറ്റവും വടക്കുള്ള പ്രദേശങ്ങളിൽ 6 മാസത്തോളം തുടർച്ചയായ പകലും 6 മാസത്തോളം തുടർച്ചയായ രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അറ്റ്ലസ് നിരീക്ഷിച്ച് നോർവേയുടെ സ്ഥാനം കണ്ടെത്തൂ. അത് മക്കൾക്ക് ടീച്ചറുടെ സഹായത്തോടുകൂടെ ചെയ്തു നോക്കാം കേട്ടോ. ജനവാസം കുറവുള്ള മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ പ്രദേശത്തെ ജനജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമനിർമ്മിതമായ വസ്ത്രങ്ങളുമാണ് ഇവിടുത്തെ ജനങ്ങൾ ധരിക്കുന്നത്. ഇവിടുത്തെ തദ്ദേശീയരായ ഇന്യൂട്ട് വളർത്തുനായകൾ വലിക്കുന്ന പരന്ന സ്ലെഡ്ജുകളിൽ സഞ്ചരിക്കുന്നത് സാധാരണ കാഴ്ചയാണ്. 6 മാസത്തോളം നീളുന്ന ശൈത്യകാലത്ത് ഇവർ വാസസ്ഥലമായ ഇഗ്ലൂവിൽ നിന്ന് പുറത്ത് ഇറങ്ങാറില്ല. അതിശൈത്യത്തെ അതിജീവിക്കുന്ന പന്നൽ, പായൽ തുടങ്ങിയവയാണ് ഇവിടുത്തെ മുഖ്യ സസ്യവർഗ്ഗങ്ങൾ. തിമിംഗലം, മത്സ്യങ്ങൾ, ഹിമമൂങ്ങ, സീൽ, ഹിമക്കരടി തുടങ്ങിയവയാണ് പ്രധാന ജന്തുവർഗ്ഗങ്ങൾ. വേട്ടയാടലും മത്സ്യബന്ധനവുമാണ് ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം. അപ്പോൾ ഈ ഒരു ഇതിലുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് മക്കൾ നോക്കി വെക്കുക കേട്ടോ. ക്വസ്റ്റ്യൻസിലൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. അടുത്തത് ഇഗ്ലൂ. ധ്രുവപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന തദ്ദേശീയരായ ജനവിഭാഗമാണ് ഇന്യൂട്ട് അഥവാ എക്സിമോകൾ. ഇവർ മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളാണ് ഇഗ്ലൂ എന്ന് പറയുന്നത്. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ? ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ഇവിടെ മരുഭൂമിയുടെ 2 തരത്തിലുള്ള ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര സവിശേഷതകളുള്ള ഭൂവിഭാഗമാണ് ഉഷ്ണമരുഭൂമികൾ. വിശാലമായ മണൽപ്പരപ്പുകളും മണൽ കുന്നുകളും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇവിടെ പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവുമാണ്. മഴ തീരെ കുറവായ ഈ പ്രദേശങ്ങളിൽ ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർലഭ്യവും അനുഭവപ്പെടുന്നു. ഉഷ്ണമരുഭൂമികളിൽ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന ജീവിത രീതിയാണുള്ളത്. തുടർച്ചയായ വരൾച്ചയും മണൽക്കാറ്റുകളും മരുഭൂമികളുടെ മറ്റ് സവിശേഷതകളാണ്. അയഞ്ഞ വസ്ത്രവും അതുപോലെ തന്നെ മുഖമറയ്ക്കുന്ന ശീരോവസ്ത്രവും മരുഭൂമി നിവാസികളുടെ വസ്ത്രധാരണത്തിലെ പ്രത്യേകതകളാണ്. സഞ്ചാരത്തിനും ചരക്ക് നീക്കത്തിനും ഒട്ടകത്തെ ഉപയോഗിക്കുന്നത് മരുഭൂമികളിലെ സാധാരണ കാഴ്ചയാണ്. ഇനി ഇവിടെ എന്താ തന്നിട്ടുള്ളത്? മരുഭൂമി പ്രദേശത്തിൻ്റെ മറ്റ് സവിശേഷതകൾ എഴുതി ചാർട്ട് പൂർത്തിയാക്കുക. ഇവിടെ എന്തൊക്കെ സവിശേഷതകളാണ് തന്നിട്ടുള്ളത്? രാത്രി താപം കുറവ്, പകൽ താപം വളരെ കൂടുതൽ, വിശാലമായ മണൽ പരപ്പ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്തി എഴുതാം. ഏതൊക്കെയാണ്? മണൽക്കൂനകൾ കാണാം, മഴ വളരെ കുറവാണ്, ജലക്ഷാമം രൂക്ഷമാണ്, വരണ്ട കാറ്റ്, ജനവാസം കുറവ്, സഞ്ചാരമാർഗങ്ങൾ കുറവ്. സഞ്ചാരത്തിനായിട്ട് എന്തിനാ ഉപയോഗിക്കുന്നത്? ഒട്ടകത്തിനെയാണ് അല്ലേ? അപ്പോൾ ഇതിൽ നിന്നുള്ള പോയിന്റ്സ് മക്കൾക്ക് അങ്ങോട്ട് എഴുതാം കേട്ടോ.
ഇത്തരം പ്രത്യേകതകളുള്ള പ്രദേശങ്ങളിൽ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന വേറിട്ട ജീവിത രീതിയാണുള്ളത്. ധ്രുവപ്രദേശങ്ങളിലെയും മരുപ്രദേശങ്ങളിലെയും ഭൗതിക വൈവിധ്യങ്ങൾ അവിടുത്തെ ജനജീവിതത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നുണ്ടെന്ന് നാം ചർച്ച ചെയ്തല്ലോ. ഒരു പ്രദേശത്തെ കൃഷി, തൊഴിൽ, ആഹാരം, വസ്ത്രധാരണ രീതി, വീടു നിർമ്മാണം, ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം അവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് രൂപപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മനുഷ്യരുടെ അശാസ്ത്രീയ ഇടപെടലുകൾ സ്വാഭാവിക പരിസ്ഥിതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിന്റെ ഫലമായി ലോകമെമ്പാടും ഇന്ന് കാലാവസ്ഥയിൽ ഗണ്യമായ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം. ഞാൻ കെനിയയിൽ നിന്നാണ് വരുന്നത്. അവിടെ 20 കോടി ജനങ്ങൾ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ദുരിതം അനുഭവിക്കുകയാണ്. കൊടും വരൾച്ചയാണ് അവിടെ. 2 വർഷമായി ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ട്. 3-ാം വർഷവും അങ്ങനെ തന്നെയാകും എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഞങ്ങൾക്ക് മഴയില്ല, പുഴകളെല്ലാം വറ്റി, താപതരംഗങ്ങൾ വീശിയടിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ദയവായി ഒന്ന് തുറക്കൂ. ഞങ്ങളുടെ വിളകൾ മുഴുവൻ കരിഞ്ഞുണങ്ങി, മൃഗങ്ങളും മനുഷ്യരും മരിച്ചു വീഴുകയാണ്. ഇങ്ങനെ പോയാൽ 2025ഓടെ ഞങ്ങളിൽ പകുതി പേരും ഇല്ലാതാകും. ഈ സമ്മേളനത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് ഞങ്ങൾക്ക് മഴ തിരിച്ചു തരുമോ എന്ന് തീരുമാനിക്കുക. ഞങ്ങളുടെ കൂട്ടുകാരായ കുട്ടികൾക്ക് ഭക്ഷണവും വെള്ളവും ലഭിക്കുമോ എന്ന് തീരുമാനിക്കുക. ദയവായി നിങ്ങൾ ഹൃദയം ഒന്ന് തുറക്കൂ. ദയവായി നിങ്ങൾ ഹൃദയം ഒന്ന് തുറക്കൂ. 2021 ഒക്ടോബർ 31 ഐക്യരാഷ്ട്ര സംഘടനയുടെ ഗ്ലാസ്ഗോ കാലാവസ്ഥാ സമ്മേളനത്തിൽ വെച്ച് കെനിയയിൽ നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥിനിയായ എലിസബത്ത് വത്തിറ്റി ലോക നേതാക്കളോട് നടത്തിയ അഭ്യർത്ഥനയാണ് നിങ്ങൾ വായിച്ചത്. ഇന്ന് ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതും വരും തലമുറ അഭിമുഖീകരിക്കാൻ പോകുന്നതുമായ ഏറ്റവും സങ്കീർണമായ പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനം. ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ആ പ്രദേശത്തിൻ്റെ അന്തരീക്ഷ സ്ഥിതി. അന്തരീക്ഷത്തിൻ്റെ താപനിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് കാലാവസ്ഥാ വ്യതിയാനമായി കണക്കാക്കുന്നത്. കാലാവസ്ഥാ മാറ്റം ഭൂമിയിൽ സാവധാനത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. കാലാവസ്ഥയിൽ നേരിയ തോതിലുണ്ടാകുന്ന മാറ്റങ്ങൾ പോലും പ്രകൃതിയെ സാരമായി ബാധിക്കുന്നു. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്? ഒന്നെങ്കിൽ ചൂട് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ചൂട് കുറയും അല്ലേ? ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് അനുവിൻ്റെ സ്കൂളിൽ നടത്തിയ ചിത്ര പ്രദർശനത്തിലെ ചില ചിത്രങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. കാലാവസ്ഥാ വ്യതിയാനം കാരണം ഭൂമിയിൽ സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളാണ് ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. എന്തൊക്കെയാണവ? ഒന്നാമത്തേത് മഞ്ഞുരുകൽ, പിന്നെ മണ്ണിടിച്ചിൽ, പ്രളയം, കാട്ടുതീ, വരൾച്ച, ചുഴലിക്കാറ്റ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. കാലാവസ്ഥാ വ്യതിയാനം പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ തന്നിട്ടുള്ളത്? ആഗോള താപനില ഉയരുന്നു, സമുദ്രനിരപ്പിലെ ഉയർച്ചയും സുനാമി ദുരന്തങ്ങളും, കാലം തെറ്റിയ മഴയും മഴയുടെ തോതിലുള്ള ഏറ്റക്കുറച്ചിലും, വരൾച്ച, ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകൽ. അനിയന്ത്രിതമായ പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗവും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇനി താഴെ തന്നിട്ടുള്ള ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ഇവിടെ എന്തൊക്കെയാ കാണുന്നത്? മനുഷ്യരുടെ അശാസ്ത്രീയമായ പല പ്രവർത്തനങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകാറുണ്ട്. അവ ഏതെല്ലാമാണെന്ന് ചിത്രത്തിൽ നിന്ന് കണ്ടെത്തി എഴുതൂ. ഇവിടെ രണ്ടെണ്ണം തന്നിട്ടുണ്ടല്ലേ. വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന വിഷവാതകങ്ങൾ, വനനശീകരണം, അനിയന്ത്രിതമായ പ്ലാസ്റ്റിക് ഉപയോഗം, അമിതമായ രാസവള കീടനാശിനി പ്രയോഗം, മലകളും കുന്നുകളും ഇടിക്കൽ, വയൽ നികത്തൽ, ഫാക്ടറികളിൽ നിന്നുള്ള വിഷവാതകം പുറന്തള്ളൽ. കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും പല വിധത്തിൽ ബാധിക്കുന്നുണ്ട്. പല ജീവജാലങ്ങളുടെയും വംശനാശത്തിനും ഇത് കാരണമാകുന്നു. പലപ്പോഴും കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതി ദുരന്തങ്ങൾക്ക് പോലും കാരണമാകാറുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം കാരണം വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെക്കുറിച്ച് ടീച്ചറിൻ്റെ സഹായത്തോടെ വിവരണങ്ങൾ ശേഖരിച്ച് ഒരു ചുമർ പത്രിക തയ്യാറാക്കൂ. അപ്പോൾ മക്കൾക്ക് ടീച്ചറുടെ സഹായത്തോടു കൂടെ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഹിമക്കരടിയെക്കുറിച്ചും പെൻഗിനെ കുറിച്ചിട്ടൊക്കെ എഴുതാട്ടോ. അടുത്തത്, കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി കേരള സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. ഇതിനുദാഹരണമാണ് ഹരിത കേരളം മിഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഹരിത കേരളം മിഷൻ, ഹരിതകർമ്മസേന, പച്ചത്തുരുത്ത് തുടങ്ങിയവ ഹരിത കേരളം മിഷന്റെ ശ്രദ്ധേയമായ കർമ്മ പരിപാടികളാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് സഹായകമായ പോസ്റ്ററുകൾ തയ്യാറാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ.
വരൾച്ചയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങൾ വരച്ച് മക്കൾ പോസ്റ്റർ തയ്യാറാക്കണേ. നാം അധിവസിക്കുന്ന മനോഹരമായ ഭൂമിയും അതിലെ വിഭവങ്ങളും വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അതിനാൽ ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ കരുതലോടെ ഉപയോഗിക്കാൻ നാം ബാധ്യസ്ഥരാണ് അല്ലേ. പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം എന്ന വൻ വിപത്തിനെതിരെ നമുക്ക് ഒന്നിച്ച് പോരാടാം. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനായി പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്തെല്ലാം? നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ക്ലാസ്സിലെ വാർത്താ ബോർഡിൽ പ്രദർശിപ്പിക്കൂ. എന്തൊക്കെ ചെയ്യാം? അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുക, വനനശീകരണം തടയുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, ജൈവവള ഉപയോഗം വർദ്ധിപ്പിക്കുക, പേപ്പർ സഞ്ചി, സ്റ്റീൽ കുപ്പികൾ തുടങ്ങിയവ ഉപയോഗിക്കുക, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങളെ ഏൽപ്പിക്കുക, പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കുക, മരങ്ങൾ വെട്ടിമുറിക്കാതിരിക്കുക, മലയും കുന്നും വയലും ഒന്നും നശിപ്പിക്കാതിരിക്കുക. അപ്പോൾ മക്കളെ, ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിലുള്ളത്. മക്കൾക്ക് ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.